മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ സംഭവം കേരളം കാത്തിരിക്കുന്നത് നാളെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി SITക്ക് നൽകിയ 6 ആഴ്ച എന്നുള്ള സമയപരിധി അവസാനിക്കുകയാണ്. SIT നാളെ ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘത്തിന്റെ നിർണായക കണ്ടെത്തലുകളാണ് ആ റിപ്പോർട്ടിൽ ഉണ്ടാവുക. ആരൊക്കെ കേരളം ഞെട്ടിയുടെ കൊള്ളയുടെ ഭാഗമായിട്ടുണ്ട്, ഭഗവാന്റെ സ്വർണം കട്ടതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഈ വാർത്തയുടെ വിവരങ്ങളെല്ലാം കേരളത്തെ അറിയിച്ചത് ഓരോ ഘട്ടം ഘട്ടമായി മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമി ദിനപത്രത്തിലെ പഴയ ചിത്രങ്ങൾ ഉൾപ്പെടെ നിരത്തിക്കൊണ്ടാണ് ആ വാർത്തയുടെ ഓരോ തെളിവും പ്രേക്ഷകരിലേക്ക് മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചത്. ഇനി ആരൊക്കെ പ്രതിയാകുമെന്നറിയണം. അത് പത്മകുമാർ, പോറ്റി, ഇവർ കൂടാതെ മറ്റാരൊക്കെ ഉണ്ടാകും, ആരൊക്കെ ഞെട്ടും, ആരൊക്കെ ഞെട്ടിപ്പിക്കും എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അനന്തകൃഷ്ണൻ ഉണ്ട്. അനന്തൻ, ഈ വാർത്ത എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ഇത്രയും ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്രയും സമയം എടുത്ത് കടന്നു പോയിട്ടുള്ള വാർത്തകൾ ഈ സമീപകാലത്ത് നോക്കുമ്പോൾ അത് ശബരിമല മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേരളത്തിലെ ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ അയ്യപ്പ വിശ്വാസിയും ഒക്കെ അറിയാൻ കാത്തിരിക്കുന്നതാണ്. ആരൊക്കെ കൊള്ള നടത്തിയിട്ടുണ്ട്, കളവ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പത്മകുമാർ അറസ്റ്റിലായിട്ടുണ്ട്. പത്മകുമാറിന് അപ്പുറത്തേക്ക് ആർക്കൊക്കെ പങ്കുണ്ടാകും? SIT നാളെ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ കേരളം ഇനിയും ഞെട്ടാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് അതീവ രഹസ്യമായിട്ടാണ്. അതിൽ ചില വിവരങ്ങൾ മാത്രമേ ഇപ്പോഴും പുറത്തു വന്നിട്ടുള്ളൂ. മാത്രമല്ല, അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകളെല്ലാം രഹസ്യമായിട്ടും ആ ഫയലുകൾ ഇപ്പോഴും സീൽഡ് കവറിൽ തന്നെയാണ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അതിൽ നിന്നുള്ള വിവരങ്ങൾ എടുത്തുകൊണ്ടും ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ബ്രീഫിംഗ് പരിഗണിച്ചുകൊണ്ടും കോടതി ഇറക്കുന്ന ചില ഉത്തരവുകളുണ്ട്. ആ ഉത്തരവുകൾ അതീവ ഗൗരവമായ ഒരു തലത്തിലേക്കാണ് ഈ സ്വർണ്ണക്കൊള്ളയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന ഉത്തരവിലും ഇതൊരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിൻ്റെ സമാനമായ രീതി ഇതിനുണ്ട് എന്ന് കോടതി പറയുമ്പോൾ അതിനു മുൻപ് അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ അതുമായി സമാനമായ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ടാകണം. ഇനിയിപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലെ അന്വേഷണം കഴിഞ്ഞിട്ടാണ് ഈ ഏറ്റവും അവസാനത്തെ ഫൈനൽ റിപ്പോർട്ടുമായിട്ട് അന്വേഷണ സംഘം പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രതികളെ കോടതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നു. രാഷ്ട്രീയമായ സ്വാധീന ശേഷിയുള്ള 2 പേരാണ്, N. വാസുവും പത്മകുമാറും. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഭാഗത്ത് നിന്ന് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇടപെടൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണല്ലോ SIT ഇവരെ അറസ്റ്റ് ചെയ്തത്. അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള സംശയം ഉണ്ടായിരുന്നെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാതെ ഒഴിവാക്കുമായിരുന്നു. കാരണം അത്രയും പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ 2 വ്യക്തികളെ, ഇത്രയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സ്വാധീനമുള്ള 2 വ്യക്തികളെ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിൽ പോലും സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. അവർ കൃത്യമായി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, അവർക്ക് അതിൻ്റെ പങ്കാളിത്തമുണ്ട് എന്ന് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്തായിരുന്നു അവരുടെ പങ്കാളിത്തം? അത് സംബന്ധിച്ച് നമുക്കറിയാം. പ്രത്യക്ഷത്തിൽ നമുക്കറിയാം. രേഖകൾ തിരുത്തിയതും സ്വർണം ചെമ്പാക്കിയതും ഒക്കെയാണ്. മാത്രമല്ല, ഇതൊരു കൊള്ളക്കാരുടെ കൂട്ടു നിൽക്കുമ്പോൾ അവർക്ക് സാമ്പത്തികമായ ലാഭം വേണമല്ലോ. അവരുടെ ലാഭം എന്താണ് എന്നുള്ളതും കൂടി SITക്ക് അറിയാം. അതാണ് നമുക്ക് അറിയാത്തത്. അത് നാളെ കോടതിയിലെത്തുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീടൊന്ന്, എന്താണ് ഈ ഉരുപ്പടികൾക്ക് സംഭവിച്ചത്? അത് നേരത്തെ സുഭാഷ് കപൂറിൻ്റെയൊക്കെ പേര് കോടതി പറഞ്ഞിരുന്നു, അതുമായി സമാന രീതിയിലാണെന്നൊക്കെയുള്ള. അപ്പോൾ അങ്ങനെ ഒരു തലത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയോ? അങ്ങനെ ഒന്നുകിൽ ഇത് കള്ളക്കടത്ത് സംഘത്തിന് കൈമാറി രാജ്യം വിട്ടോ, അതോ ശനിദോഷ പൂജയുടെയൊക്കെ പേരിൽ ഏതെങ്കിലും കോടീശ്വരൻ്റെ വീട്ടിൽ ഇവരെല്ലാം കൂടി കൊണ്ടെത്തിച്ച് പണവും വാങ്ങിച്ചിട്ട് അവിടെ കൃത്യമായി പൂജ നടത്തുന്നുണ്ടോ? അതോ പത്മകുമാറിൻ്റെ മൊഴിയിൽ നിന്ന് പുറത്തു വന്ന വിവരങ്ങൾ തന്ത്രിയിലേക്കും മുൻമന്ത്രിയിലേക്കും ഒക്കെയുള്ള ഡൈവേർഷൻ, തന്ത്രിയോ ഒക്കെ പ്രതിക്കൂട്ടിലേക്ക് വരുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മറ്റൊരു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ശബരിമലയൊക്കെ മാറി രാഹുൽ മാങ്കൂട്ടത്തിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് ശബരിമല മാത്രമാകുന്നൊരു അവസ്ഥയിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പിലും ഇനിയുള്ള ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ അതെത്തുമോ എന്നുള്ളതാണ്. ഇതിൽ നാളെ കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ്. കോടതി ആ റിപ്പോർട്ട് എങ്ങനെ കാണുന്നു, അതിനുശേഷം അടുത്ത നടപടി എന്താണ് SITക്ക് വേണ്ടി കോടതി നിർദ്ദേശിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതുവരെ കഴിഞ്ഞ അന്വേഷണത്തിൽ കോടതി ഒരു 9 പോയിന്റ്സ് ആണ് ഇട്ടുകൊടുത്തത് ഇതൊക്കെ അന്വേഷിച്ചിട്ട് വരാൻ. മാത്രമല്ല, ഈ ശാസ്ത്രീയ പരിശോധന കൂടി നടത്തിയിട്ടുണ്ട്. അതിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതാണോ തിരിച്ചു കൊണ്ടുവന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതാണ് പരിശോധിക്കുന്നത്. അതായത് ദ്വാരപാലക പാളികൾ ഹൈദരാബാദിൽ 39 ദിവസം 2019 ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റിൽ സ്വർണം പൂശിയാണോ സന്നിധാനത്തേക്ക് കൊണ്ടുവന്നത്? അപ്പോൾ ഒറിജിനൽ എവിടെ പോയി? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, അതുമല്ല, 2019 നടന്നത് സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ 2025 നടന്നത് കൊള്ള മറയ്ക്കാനുള്ള ഇടപെടലാണ്. അപ്പോൾ ഈ 2 ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള മറ്റൊരു ശക്തി, ആ ശക്തി ആരാണെന്ന് കൂടി കോടതിയിൽ ഒരുപക്ഷെ നാളെ റിവീൽ ചെയ്യപ്പെടും. അപ്പോൾ അത് ആരാണെന്ന് നമ്മൾ അറിയാൻ പോവുക. അപ്പോൾ അക്ഷയ് ചോദിച്ചതുപോലെ ഇനി കൂടുതൽ അന്വേഷണം എന്തായാലും ഉറപ്പാണ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ബിനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇതിനകത്ത് അന്വേഷണ സമയം കൂട്ടി ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളത്. അതിൻ്റെ അപേക്ഷ കൂടി നാളെ ഇതിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം നീട്ടി കൊടുക്കുകയും
മറ്റൊരു തലത്തിലേക്ക് അന്വേഷണം പോകാനുള്ള അനുമതി കൂടിയായിരിക്കും കോടതിയിൽ നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ ആകാംക്ഷയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത്. ആകാംക്ഷയാണ് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നാളെയാണ് SIT അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാൻ പോകുന്നത്. ഇന്ന് ഉടനീളവും നമ്മൾ കടന്നുപോയിട്ടുള്ള ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈവത്തോൺസ് തന്നെ സംഘടിപ്പിച്ചാണ് മാതൃഭൂമി ന്യൂസ് കടന്നു പോകുന്നത്. വരും മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുണ്ട്. ഒപ്പം തന്നെ നാളെയുള്ള ആ റിപ്പോർട്ടിൽ എല്ലാവരെ പോലെ തന്നെ നമ്മളും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. ആരൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിട്ടുണ്ട്, ഏതൊക്കെ തലങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, SITയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ആരൊക്കെ പെടും.